വൈ ഷുഡ് സമൺ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് എയർലി? നമ്മൾ പല ആൾക്കാരും പറയാറുണ്ട് ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ഒരുപാട് ഡിലേ ആക്കരുതെന്ന്. പക്ഷെ പല ആൾക്കാർക്കും എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റിംഗ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത് എന്നതിൻ്റെ ലോജിക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല. വിത്ത് എക്സാമ്പിളോടെ എന്തുകൊണ്ടാണ് ഇത് ഇത്രത്തോളം നമ്മൾ ഇൻറ്റഗ്രൽ പാർട്ടായി പറയുന്നതെന്ന് നമുക്കിന്ന് ഡീറ്റെയിൽ നോക്കാം. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഉണ്ട്. ഇപ്പം തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ്, മൈസെൽഫ് നിതിൻ നായർ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. 3 ആൾക്കാർ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഒരാൾ 30-ാം വയസ്സിൽ, വേറൊരാൾ 35-ാം വയസ്സിൽ, അവസാനത്തെ ആൾ 40-ാം വയസ്സിൽ. 3 ആൾക്കാരും റിട്ടയർമെന്റ് ഗോൾ എന്ന രീതിയിൽ അവരുടെ 60-ാം വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. 3 ആൾക്കാരും തുല്യമായിട്ട് തന്നെ 10,000 വെച്ചുകൊണ്ട് ഒരു ഇൻഡെക്സ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഒരു 12% റിട്ടേൺസ് വെച്ചെടുക്ക് കിട്ടി. ഈ 3 ആൾക്കാർക്കും കിട്ടിയ റിട്ടേൺസ് എത്രത്തോളം ഡിഫറൻസ് വരും നമുക്ക് നോക്കിയാലോ. 30-ാം വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത ആൾ 30 കൊല്ലത്തേക്ക് കൺസിസ്റ്റന്റ് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ ടോട്ടൽ റിട്ടേൺസ് എന്ന് പറയുന്നത് 3.53 കോടി രൂപയാണ്. ഇനി രണ്ടാമത്തെ ആൾ 35-ാം വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു, 25 കൊല്ലം കൺസിസ്റ്റന്റായി ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ ടോട്ടൽ റിട്ടേൺസ് എന്ന് പറയുന്നത് 1.89 കോടി രൂപയാണ്. ഇനി അവസാനം 40-ാം വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത ആൾ 20 കൊല്ലം കൺസിസ്റ്റന്റായി ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ റിട്ടേൺസ് എന്ന് പറയുന്നത് നിയർലി 1 CR ആണ്. അതായത് ഒരു 5 കൊല്ലം ഡിലേ ആയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ലൈക്ക് 1.60 ലാക്സിന്റെ ഡിഫറൻസ് കൊണ്ടുവന്നു. ഒരു 10 കൊല്ലത്തിന് ഡിഫറൻസ് നോക്കുമ്പോൾ ഏതാണ്ട് 2.5 കോടി ഡിഫറൻസ് ആണ് ഇൻവെസ്റ്റിംഗിൽ മാത്രം വന്നത്. ഇത്രത്തോളം വലിയ ഡിഫറൻസ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് പ്യൂർലി നമ്മൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്ന മാജിക് അല്ലെങ്കിൽ ബാക്കപ്പ് എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് ആണ്. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് ആദ്യത്തെ കൊല്ലം ഒരു 20% റിട്ടേൺസ് കിട്ടിയെന്നാണെങ്കിൽ രണ്ടാമത്തെ കൊല്ലത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് അവിടെ 1 ലക്ഷം ആയിരിക്കില്ല, 1,20,000 ആയിരിക്കും. അതായത് നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം കിട്ടിയ ലാഭം എന്താണോ അതും കൂടി നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ടിൽ ആഡ് ആണോ. ഇതൊരു 5 കൊല്ലം 7 കൊല്ലമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഗ്രോത്ത് വരുന്നൊരു ഫേസ് ആണ്. ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഓരോ കൊല്ലം മുന്നോട്ട് പോകും തോറും വരുന്ന ഡിഫറൻസ് അത്രത്തോളം വലുതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു 20% CR വെച്ചുകൊണ്ട് നിങ്ങൾ 1 ലക്ഷം വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു വിചാരിക്കുക. ആദ്യത്തെ കൊല്ലം അത് 1,20,000 ആവും. ഇങ്ങനെ പോയി വന്നപ്പോൾ തന്നെ ഒരു 9-ാമത്തെ കൊല്ലമാകുമ്പോൾ നിങ്ങൾക്ക് നിയർലി ഒരു 5 lakhs കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ആ 5 lakhs നിന്ന് വീണ്ടും ഒരു 20% നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടുമ്പോൾ ഒരു കൊല്ലം മാത്രം വരുന്ന ഡിഫറൻസ് നിയർലി 1 lakhന് മേലേക്കും പ്രോഫിറ്റ്. ഇതേ സംഭവം കണ്ടിന്യൂസ് ആയി ലോങ് ടേമിലേക്ക് പോകും തോറും വരുന്ന ഡിഫറൻസും അത്രത്തോളം വലുതാണ്. സോ ഒരു 20 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ ഓരോ കൊല്ലം മുന്നോട്ട് പോകും തോറും അവിടെ കിട്ടുന്ന റിട്ടേൺസ് അത്രത്തോളം വലുതായതുകൊണ്ട് തന്നെയാണ് 40-ാം വയസ്സിൽ തുടങ്ങിയ ആളും 30-ാം വയസ്സിൽ തുടങ്ങിയ ആൾക്ക് മാത്രം വരുന്ന ഡിഫറൻസ് നിയർലി 2.5 CR വന്നത്. സോ നിങ്ങൾ നിർബന്ധമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലോങ് ടേം ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. മ്യൂച്വൽ ഫണ്ട്സിന്റെ റിയൽ ബ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ പ്യൂർലി ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ്. അതല്ലാതെ നിങ്ങൾ 1 കൊല്ലം 2 കൊല്ലത്തേക്ക് മാത്രം നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ അത് ഓൾമോസ്റ്റ് ഒരു ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റിംഗ് ആയിരിക്കും. അതൊരിക്കലും നിങ്ങൾക്ക് ബെറ്റർ പ്രോഫിറ്റ്സ് ഒരു കാലത്തും തരാൻ പോകുന്നില്ല. അതല്ല, നിങ്ങൾ കൺസിസ്റ്റന്റ് ഒരു ഫണ്ടിലേക്ക് തന്നെ ലോങ് ടേമിലേക്കായിട്ടുള്ള ഒരു 5-10 കൊല്ലം നിങ്ങൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ ഈ കമ്പൗണ്ടിങ് വഴി തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺസും അത്രത്തോളം വലുതായിരിക്കും. സോ ഒരിക്കലും 1 കൊല്ലം 2 കൊല്ലം നോക്കി അവിടുത്തെ റിട്ടേൺസ് മേ ബി കുറവാണെന്ന് മനസ്സിലാക്കിയ ശേഷം വേഗം നിർത്തിപ്പോവാതെ കൺസിസ്റ്റന്റ് ആയിട്ട് നല്ലൊരു ഫണ്ട് നോക്കി ലോങ് ടേമിലേക്ക് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ അടുത്ത കൊല്ലം സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബെറ്റർ ജോബ് കിട്ടട്ടെ എന്നൊരു എക്സ്ക്യൂസ് പറയാതെ ഉള്ള എമൗണ്ട് വെച്ചുകൊണ്ട് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അത് ഓരോ കൊല്ലം മുന്നോട്ട് പോകുന്നതോറും ബെറ്റർ ആക്കി കൊണ്ടുവന്നാൽ മാത്രം മതി. അതല്ലാതെ പിന്നെ തുടങ്ങാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മേ ബി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോലും വിട്ടുപോയിരിക്കും. സോ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് എർലി. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഉണ്ട്. ഇപ്പം തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം.